Hi, good evening all. എല്ലാവരും വീഡിയോ ഓൺ ചെയ്തിരിക്കൂ. Good evening, sir. Yes. ഓക്കെ, എല്ലാവരും വീഡിയോ ഓൺ ചെയ്തിരിക്കൂ. എല്ലാവരും കാണട്ടെ. എല്ലാവരും മറയത്താണല്ലോ ഇരിക്കുന്നതൊക്കെ. വീഡിയോ ഓൺ ചെയ്ത് വരൂ എല്ലാവരും. എല്ലാവരും നമ്മുടെ ക്ലാസ്സിൽ പ്രാക്ടീസ് എല്ലാം നന്നായിട്ട് ഗ്രൂപ്പിലൊക്കെ ചെയ്തു വരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തു വരുന്നവർക്കെല്ലാം നല്ല റിസൾട്ടിലേക്ക് വരുന്നുണ്ട് എന്ന് എല്ലാവരും എന്നെ അറിയിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഓക്കെ, എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ വലിയ അച്ചീവ്മെൻ്റൊക്കെ നേടി വിജയത്തിലേക്ക് വരുവാനായിട്ട് എല്ലാവരും സ്വന്തം ജീവിതത്തിൽ മാറ്റം വരുത്താനും എല്ലാവരും ഓരോ ദിവസവും തയ്യാറായിക്കൊണ്ടിരിക്കുന്നു എന്നറിയുന്നതിലും സന്തോഷമുണ്ട്. ഓക്കെ, ഞാനിന്ന് നമുക്ക് സക്സസ്സിലേക്ക് എത്തുവാനായിട്ടുള്ള ഒരു 5 ടിപ്സ് ഞാൻ ആദ്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. എന്നിട്ട് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധാപൂർവം ഇരിക്കുക. നോട്ട് ചെയ്തു വെക്കേണ്ടവർക്ക് നോട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ എല്ലായ്പ്പോഴും പറയാറുള്ള അതുപോലെ തന്നെ നമുക്ക് വേണ്ടതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ക്ലാരിറ്റി നമ്മുടെ ജീവിതത്തിൽ വേണമെന്ന് ഞാൻ പറയാറുണ്ട്. ക്ലാരിറ്റിക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്ലാരിറ്റിയെക്കുറിച്ച് വീണ്ടും പറഞ്ഞു വരുന്നത്. ഓക്കെ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിങ്ങളെല്ലാവരും, ഞാനിന്ന് പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, എൻ്റെ ഈ ക്ലാസ് റൂമിലേക്ക് വന്നിട്ടുള്ള എല്ലാവരും വളരെ ലക്കിയാണ്. യൂണിവേഴ്സ് നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. കാരണം യൂണിവേഴ്സ് നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഇന്ന് ഈ ദിവസം ഈ ക്ലാസ്സിലേക്ക് വന്നിരിക്കുവാനായിട്ട് കഴിഞ്ഞത് എന്നുള്ളതാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അതിലൊരുപാട് പ്രാധാന്യമുണ്ട്. കാരണം നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ എത്രയോ പേരുണ്ട് ഇല്ലേ? നമ്മളൊരു ഫ്രീ ക്ലാസ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാത്രമാണ് അതിലേക്ക് എത്തിപ്പെടാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ വിജയിക്കുന്ന ആളുകളുടെ എണ്ണം എപ്പോഴും ആ ഒരു ശതമാനം എന്ന് പറയുന്നത് 20% മാത്രമാണ്. 80% ആളുകളും അവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്താനായിട്ട് തയ്യാറാവാത്തത് കൊണ്ടാണ്, അവരവരുടേതായുള്ളൊരു കംഫർട്ട് സോണിൽ നിന്ന് വിട്ടുമാറാനായിട്ട് തയ്യാറാവാത്തത് കൊണ്ടാണ് അവർ ജീവിതത്തിൽ വിജയിക്കാത്തത്. ഇപ്പം എന്നോടൊപ്പം ക്ലാസ്സുകളിൽ തുടർച്ചയായിട്ട് പങ്കെടുക്കുകയും നിലനിൽക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും അതിൻ്റെ സന്തോഷവും അതിൻ്റെ ആനന്ദവും ജീവിതത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളും ഒക്കെ നിങ്ങളുടെ മുഖത്ത് നോക്കുമ്പോൾ എനിക്കറിയാൻ സാധിക്കും. എൻ്റെ ക്ലാസ്സിൽ മുൻപ് പങ്കെടുത്തിട്ടുള്ളവരും ഇപ്പോൾ ഞാനായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നവരെയൊക്കെ കാണുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിൻ്റെ അവസാനം അതിലേക്ക് വരാം. അപ്പോൾ നമ്മുടെ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു 5 ടിപ്സിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക്, നിങ്ങൾ വീണ്ടും ചെയ്തിട്ടില്ലെങ്കിൽ വീണ്ടും ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമുക്ക് സെറ്റ് ക്ലിയർ ഗോൾസ്, നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ലക്ഷ്യം, നമുക്ക് വേണ്ട കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ക്ലാരിറ്റിയിൽ നിങ്ങളുടെ ഗോളുകൾ നിങ്ങൾ എഴുതി വെച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ വീണ്ടും എഴുതി വയ്ക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ 80% ആളുകൾക്കും തന്നെ അവർക്ക് ഒരു ക്ലാരിറ്റി ഇല്ല. ജീവിതത്തിൽ എന്താണ് എനിക്ക് വേണ്ടത്, ഞാൻ എന്തിനു വേണ്ടിയാണ് ഇവിടെ ആയിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചൊരു ക്ലാരിറ്റി ഇല്ല, വ്യക്തതയില്ല. ഞാൻ കുറച്ചും കൂടി വ്യക്തമായിട്ട് നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളോട് നാളെ അല്ലെങ്കിൽ ഇന്ന് രാത്രി ദൈവം നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ് എന്ന് നിങ്ങൾ വിചാരിക്കുക. ഓക്കെ, നിങ്ങളുടെ മുന്നിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് 5 സെക്കൻഡ് സമയം തന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും ഞാൻ ഒരുപാട് സംപ്രീതിപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ ചോദിക്കുക, ഈ നിമിഷം നിങ്ങൾക്ക് ഞാനത് തരും എന്ന് പറയുക എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ളൊരു ക്ലാരിറ്റി ഇല്ലെങ്കിലോ നിങ്ങൾക്കത് കിട്ടുമോ? ദൈവം 1 മിനിറ്റ് ഞാൻ ഒന്ന് ആലോചിക്കട്ടെ, ഒരു 5 സെക്കൻഡ് ഒന്നും പോരാ, 5 സെക്കൻഡ് എന്താവാനാണ്, ഞാൻ ആലോചിച്ചെടുക്കട്ടെ. കാരണം പെട്ടെന്ന് എല്ലാം കൂടി ചോദിച്ച് നേടേണ്ട കാര്യമല്ലേ, അപ്പോൾ അതിന് കുറച്ചുകൂടി എനിക്ക് സമയം വേണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുമോ? ഒരിക്കലുമില്ല. ഞാനിത് ഒരു നർമ്മഭാവനയിൽ നിങ്ങളോട് പറഞ്ഞത്
ഒരു യാഥാർത്ഥ്യമാണ് പ്രിയപ്പെട്ടവരെ. കാരണം നിങ്ങൾക്ക് വേണ്ടതിനെക്കുറിച്ച് വ്യക്തമായ ക്ലാരിറ്റി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ലക്ഷ്യവും നേടിയെടുക്കാനായിട്ട് സാധിക്കില്ല. ആ ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും ഇങ്ങനെ ചുറ്റിക്കറങ്ങി പലരും എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു പോകുന്നതിൻ്റെ കാരണം. രണ്ടാമത്തെ കാരണം, നിങ്ങൾ ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാലും വീണ്ടും നിങ്ങൾ ആ കണക്ഷൻ നിന്ന് വിട്ടുപോകുന്നു. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ഒരു ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ട് മാത്രം കാര്യമില്ല. നിങ്ങളെ ക്ലാസ് കഴിഞ്ഞിട്ട് ഏതോ വഴിക്ക് നിങ്ങൾ പിന്നെ ഏത് വഴിക്ക് പോയെന്ന് പോലും അറിയാത്ത രീതിയിൽ ഒരുപാട് പേര് പോയിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്കും ഈ ലക്ഷ്യത്തിലേക്ക് വരാനായിട്ട് സാധിക്കില്ല. ഫൈനൽ റൗണ്ട് വരെ ഓടുന്ന വ്യക്തികൾക്കാണ് എന്ത് കിട്ടുക? ട്രോഫി കിട്ടുന്നത് അല്ലേ? നമുക്ക് ഓട്ട മത്സരമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, റിലേ പോലുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ആദ്യത്തെ ഒരു റൗണ്ട് ഓടി അത് കഴിഞ്ഞ് ഓടിക്കളിച്ച് എവിടെയെങ്കിലും തളർന്ന് പോയി ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ആ മത്സരത്തിൽ നിങ്ങൾക്ക് അർഹപ്പെട്ട കാര്യങ്ങളിലേക്ക് എത്തിപ്പെടാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഒരു ക്ലാരിറ്റി വേണം എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച്. രണ്ടാമത്തെ കാര്യം, കൺസിസ്റ്റൻ്റായിട്ട് നിങ്ങൾ നിരന്തരം കണക്റ്റഡ് ആയിട്ടിരുന്നു കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യുക. ഇത് ഒരു ദിവസത്തേക്കുള്ളതല്ല പ്രിയപ്പെട്ടവരെ. നിങ്ങൾ മനസ്സിലാക്കി, പലരും ധരിച്ചു വെച്ചിട്ടുള്ളത് ചില ടെക്നിക്കൊക്കെ ചെയ്തിട്ട് എന്നോട് വിളിച്ച് ചോദിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു, സാറ് ഞാൻ ആ ടെക്നിക്ക് ചെയ്തിട്ടോ, പക്ഷെ എനിക്കൊന്നും കിട്ടിയില്ല. അവർ ധരിക്കുന്നത് ഇതെന്തൊരു മാജിക് പോലെ ഒരു ടെക്നിക്ക് പറയുന്നു, അടുത്ത സെക്കൻഡ് ജീം ബൂംബ ഒരു സാധനം വന്ന് അപ്പം തന്നെ മോളിൽ നിന്ന് ഇങ്ങനെ പൊട്ടി വീണ് കിട്ടുന്നു. അങ്ങനെ ഒന്നല്ല ഈ പറയുന്ന കാര്യങ്ങൾ. പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഈസി ആൻഡ് എഫർട്ട്ലെസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഈ ഈസി ആൻഡ് എഫർട്ട്ലെസ് ആയിട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ആദ്യം അറിയണ്ടേ? അതാണ് ഭൂരിഭാഗം ആൾക്കാർക്കും അറിയാത്ത എന്നാൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് വേണ്ടതെന്ന് അറിയില്ല എപ്പോഴും. ആ ഒരു ക്ലാരിറ്റി, ആ ക്ലാരിറ്റിയെക്കുറിച്ചിട്ട് പലരും എന്നെ വിളിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യമായത് കൂടി കൊണ്ടാണ് ഞാനിപ്പോൾ ആവർത്തിച്ച് പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടതിനെക്കുറിച്ചുള്ള ക്ലാരിറ്റി നിങ്ങൾ ഉണ്ടാക്കുക. എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് വരാം. അപ്പോൾ നിങ്ങൾ ക്ലിയർ ആയിട്ടുള്ള ഗോള് നിങ്ങൾ എഴുതി വെക്കുക. നിങ്ങൾക്ക് വേണ്ട നേട്ടങ്ങൾ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ ക്ലാരിറ്റി നിങ്ങൾക്ക് വന്നു കഴിയുമ്പോൾ ആ ക്ലാരിറ്റി ഉള്ള കാര്യത്തിലേക്ക് എത്തിപ്പെടേണ്ട മാർഗവും നിങ്ങൾക്ക് മുന്നിൽ തെളിഞ്ഞു വരും. ഇപ്പോൾ ഒരു മാർഗവും തെളിഞ്ഞു വരാത്തതിൻ്റെ കാരണം എന്താ? ക്ലാരിറ്റി ഇല്ല, നിങ്ങൾക്കൊരു ലക്ഷ്യബോധമില്ല. പൊട്ടക്കണ്ണൻ മാവേൽ എറിയുന്ന പോലെ നിങ്ങൾ അധ്വാനിച്ചിട്ട് യാതൊരു കാര്യമില്ല. കാരണം എന്താ? ലക്ഷ്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾ മാവിൽ എറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സങ്കല്പിച്ചു നോക്കിയാൽ കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരാൾ മാവിൽ നിരന്തരം എറിഞ്ഞുകൊണ്ടിരിക്കുക. മാങ്ങയാണോ വീഴുന്നത്? ഇലകളായിരിക്കും കൊഴിഞ്ഞു വീഴുന്നത്. കാരണം എന്താ? ആൾക്കൊരു ലക്ഷ്യമില്ല. അപ്പോൾ അതുപോലെ ആയിരിക്കും നമുക്ക് ലക്ഷ്യമില്ലാതെ ക്ലാരിറ്റി ഇല്ലാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ. അപ്പോൾ ആദ്യത്തെ കാര്യം നമ്മൾ ക്ലിയർ ആയിട്ടുള്ള ഗോൾ സെറ്റ് ചെയ്യുക. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്താണ്? വിഷ്വലൈസ് സക്സസ്. നിങ്ങളുടെ ആഗ്രഹം എന്താണെന്നുള്ള ക്ലാരിറ്റി വന്നതിന് ശേഷം അത് നേടിക്കഴിഞ്ഞതായിട്ട് നിങ്ങൾ ഭാവനയിൽ കാണുക. രണ്ടാമത്തെ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ടെക്നിക്കാണിത്. നിങ്ങൾക്ക് നേടേണ്ട കാര്യങ്ങൾ ആദ്യം നിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞു, ക്ലാരിറ്റി വേണമെന്ന് പറഞ്ഞു. ആ ക്ലാരിറ്റി കിട്ടിക്കഴിയുമ്പോൾ രണ്ടാമത് വേണ്ടത് എന്താണ്? ആ കാര്യം നിങ്ങൾ നേടിക്കഴിഞ്ഞതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ ഓണറാണെങ്കിൽ അതാണ് നിങ്ങളുടെ ഒരു സ്വപ്നം എന്ന് വിചാരിക്കുക. ആ ഒരു വലിയ സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ലുലുമാൾ പോലെയൊക്കെ ഒരു വലിയ വലിയ കാര്യങ്ങളായിരിക്കണം നിങ്ങൾ ലക്ഷ്യമിടേണ്ടത്. അല്ലാതെ കൊച്ചു കൊച്ചു പെട്ടിക്കടയല്ല നിങ്ങളുടെ മനസ്സിൽ കാണേണ്ടത്. അത് കണ്ടാൽ അതേ കിട്ടുള്ളൂ നിങ്ങൾക്ക്. വലുത് കണ്ടാൽ വലുത് കിട്ടും നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഓണറാണ് ഞാൻ എന്നാണ് നിങ്ങൾ മനസ്സിൽ കാണുന്നതെങ്കിൽ ആ സൂപ്പർ മാർക്കറ്റ് എൻ്റെയാണ്, ആ ഹൈപ്പർ മാർക്കറ്റ് എൻ്റെയാണ്, ഞാനവിടെ പോകുന്നു, എനിക്ക് ഇത്ര ജീവനക്കാർ എൻ്റെ കീഴിലുണ്ട്. ഇതെല്ലാം നിങ്ങൾ ഭാവനയിൽ കണ്ടുകൊണ്ടിരിക്കണം. അതിപ്പോൾ നിങ്ങൾക്ക് നേടിക്കഴിഞ്ഞ അനുഭൂതിയിൽ നിങ്ങൾ ഭാവനയിൽ കാണുക. ഇത് പവർഫുള്ളായിട്ടുള്ള എനർജിയാണ്. നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, നിരന്തരം അത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിനിൽ വലിയ മാറ്റമുണ്ടാവുകയും അതിന് വേണ്ടുന്ന സാഹചര്യങ്ങളെയും വ്യക്തികളെയും നിങ്ങളിലേക്ക് യൂണിവേഴ്സ് അടുപ്പിച്ചു തരും എന്നുള്ളതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്താണോ അത് എത്ര രൂപയാണെങ്കിലും പണമാണെങ്കിലും സമ്പത്താണെങ്കിലും അത് നിങ്ങളിലേക്ക് വ്യക്തികളായിട്ട് നിങ്ങൾ വിചാരിക്കേണ്ടത് എവിടെ നിന്ന് വരാനാണ് ഈ പറയുന്ന കാര്യങ്ങൾ. സാറിത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ട്, യൂണിവേഴ്സ് വരും. എവിടെ നിന്നാണ് ഈ യൂണിവേഴ്സ് വന്ന് തരണത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും.
നമ്മുടെ ക്ലാസ് റൂമിലിരിക്കുന്ന അനുഭവസ്ഥരായുള്ളവർക്ക് കൃത്യമായിട്ട് അറിയാം ഒരു അനുഭവം. നിങ്ങൾക്ക് വേണ്ടുന്ന വ്യക്തികളെയും സാഹചര്യങ്ങളെയും സന്ദർഭങ്ങളെയും നിങ്ങളിലേക്ക് അടുപ്പിച്ച് തന്നുകൊണ്ടിരിക്കും. അത് എവിടെ നിന്ന് വരും നിങ്ങൾ ചിന്തിക്കേണ്ട, പക്ഷെ 100% നിങ്ങളിലേക്ക് അത് എത്തിച്ചേരും എന്നുള്ളതാണ്. ഓക്കെ, മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ക്രിയേറ്റ് എ റുട്ടീൻ. അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ക്രിയേറ്റ് എ റുട്ടീൻ. നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട്, അതായത് നിരന്തരമായിട്ടുള്ള ഒരു പ്രാക്ടീസ്, നിങ്ങൾക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കുക, ഡെയിലി പോസിറ്റീവായിട്ടുള്ള വ്യക്തികളായിട്ട് അസോസിയേറ്റ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ എന്താണ്? പോസിറ്റീവായ വ്യക്തിയായിട്ട് എപ്പോഴും കണക്റ്റഡ് ആയിട്ടിരിക്കുക. എല്ലാത്തരം നെഗറ്റീവുകളിൽ നിന്നും മാറി നിന്നുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളെ അടുപ്പിച്ച് കിട്ടേണ്ട രീതിയിൽ അതെല്ലാം അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള വ്യക്തികൾ നമ്മുടെ നല്ല സുഹൃത്തുക്കളാവാം. നല്ല ബുക്കുകൾ വായിക്കുമ്പോൾ, നല്ല പുസ്തകങ്ങൾ നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്തായിട്ട് മാറും. നിങ്ങളെ സദാ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് നല്ല ബുക്കുകൾ ഏതൊക്കെയാണെന്ന് അറിയില്ലെങ്കിൽ എൻ്റെ ഹീലിംഗ് പവർ എന്ന ചാനലിൽ ഇടുന്ന വീഡിയോയിൽ തന്നെ ആ ബുക്കുകളുടെ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വാങ്ങിക്കാം. പലതരം ബുക്കുകൾ ഞാൻ അതിനകത്ത് കൊടുക്കുന്നുണ്ട്, മലയാളത്തിലുള്ള ബുക്കുകൾ. നിങ്ങൾക്ക് ആ ലിങ്കിൽ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾ ആ വീഡിയോയുടെ ഒരു കോർണറിൽ തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് വാങ്ങിക്കാം. അത് ഡെയിലി വായിക്കുക. നിങ്ങൾ സ്വയം മോട്ടിവേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും. ഓക്കെ, കാരണം നമ്മളെ തന്നെ മാറ്റാനായിട്ട് തയ്യാറാവണം പ്രിയപ്പെട്ടവർ. അല്ലാതെ നിങ്ങൾ സ്റ്റക്കായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങും മൂവ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലാക്കുക. ഇതാണ് പലർക്കുമുള്ള ബുദ്ധിമുട്ടുകൾ. ഞാനിത് ഇങ്ങനെ എത്ര ദിവസം ഞാൻ ചെയ്യണം, ഇനി എനിക്ക് മടി തോന്നുന്നു, ഞാൻ 2 ദിവസം ചെയ്തു നോക്കി പക്ഷെ എനിക്കൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് ഞാനിനി ചെയ്യുന്നില്ല. ഇതൊക്കെ കിട്ടുമെന്ന് ആർക്കറിയാം? ഇങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് ഒന്നും വരില്ല. പക്ഷെ തീവ്രമായിട്ടുള്ള ക്ലാരിറ്റിയും ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ലക്ഷ്യത്തിൽ എത്തുക തന്നെ ചെയ്യും. തീവ്രമായിട്ട് ആഗ്രഹിക്കുന്ന എന്ത് കാര്യവും നിങ്ങളിലേക്ക് പ്രപഞ്ചം എത്തിച്ചു തരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 100% അത് സയൻസാണ്, തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങളത് വിശ്വസിക്കൂ. വിശ്വസിക്കുന്നവർ വലിയ അത്ഭുതം അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുള്ളതാണ്. സമ്പത്താവട്ടെ, റിലേഷൻഷിപ്പ് ആവട്ടെ, മക്കളുടെ ഭാവിയാവട്ടെ, മക്കളുടെ വിവാഹമാവട്ടെ, നിങ്ങളുടെ ബാധ്യതകളെ തീർക്കുന്നതാവട്ടെ, എന്ത് കാര്യമാണെങ്കിലും. ഓക്കെ, ബാധ്യതകളുടെ കാര്യത്തിലേക്ക് നമുക്ക് വരാം. അടുത്തതൊന്നുണ്ട് പോയിന്റ് കഴിഞ്ഞിട്ട്. ഓക്കെ, അടുത്തത് സറൗണ്ട് യുവർ സെൽഫ് വിത്ത് പോസിറ്റിവിറ്റി. നിങ്ങളുടെ ഒരു ചുറ്റുപാടും എന്തുണ്ടാക്കണം? പോസിറ്റിവിറ്റി ഉണ്ടാക്കണം. നെഗറ്റീവിൽ നിങ്ങളായിരിക്കരുത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങളിലുള്ള ചൂട് നഷ്ടപ്പെടാതിരിക്കാനായിട്ട് ചുറ്റുപാടും നിങ്ങൾ ചൂടുണ്ടാക്കുക, അല്ലെങ്കിൽ നിങ്ങൾ തണുത്തു പോകും. ഓക്കെ, നിങ്ങൾ അതുപോലെ തന്നെ ഡെയിലി മോർണിംഗ് റിച്വൽ ആൻഡ് ഈവനിങ് റിച്വൽ എന്ന് പറഞ്ഞാൽ രാവിലെയും വൈകിട്ടും നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുന്നതും നിങ്ങൾക്കുള്ള നല്ല പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻ എഴുതി വെച്ച് 2 നേരം വായിക്കുകയും ചെയ്യുന്ന ശീലങ്ങൾ മുടങ്ങാതെ ചെയ്യുക. ഇത് നിരന്തരം പരിശീലിക്കാൻ തുടങ്ങിക്കുമ്പോൾ, ഞാൻ മുൻപൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു, നിങ്ങളൊരു ഭാഷ പഠിച്ച് നിരന്തരം കേട്ടിട്ടല്ലേ? ആ ഭാഷയിലുള്ള സ്ലാങ്, അത് കോട്ടയമാകട്ടെ തിരുവനന്തപുരമാകട്ടെ, നിങ്ങൾ അവിടെയാണ് കുറേ നാളായിരിക്കുന്നതെങ്കിൽ നിങ്ങളറിയാതെ ആ ഒരു മലയാളം ഭാഷയുടെ തന്നെ സ്ലാങ് നിങ്ങളുടെ നാവിൽ എത്തിച്ചേരും. പിന്നെ നിങ്ങൾ സംസാരിക്കുന്ന എന്തായിരിക്കും? ആ സ്ലാങ്ങിലുള്ള ഭാഷയായിരിക്കും മലയാളം. തിരുവനന്തപുരത്ത് കുറേ കാലം പോയി നിന്നാൽ തിരുവനന്തപുരംകാരൻ്റേതായിട്ടുള്ള സ്ലാങ്ങിൽ സംസാരിക്കും. അതിൻ്റെ കാരണം എന്താ? നിങ്ങളിൽ കേട്ട് ആവർത്തിച്ച് നിരന്തരം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അറിയാതെ നിങ്ങളിൽ അത് യാഥാർത്ഥ്യമായി തീരുന്നു. നിങ്ങളുടെ ബ്രെയിനിൽ അത് ചേഞ്ചസ് വരുന്നു. മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? അപ്പോൾ പോസിറ്റീവ് അഫർമേഷനാണ് ദിവസവും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ പറയുന്ന അഫർമേഷൻ ജീവിതത്തിലേക്ക് യാഥാർത്ഥ്യമായി തീരും. അത് എന്ത് ആഗ്രഹമാണെങ്കിലും. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നിങ്ങൾ അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് സെലിബ്രേറ്റ് സ്മോൾ വിൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ, നിങ്ങളുടെ നേട്ടങ്ങളിൽ നിങ്ങൾ സന്തോഷിക്കുക, അത് ആഘോഷിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതായത് നിങ്ങൾക്ക് വേണ്ടി ഒരു ദിവസവും ഒരു 10 മിനിറ്റ് സമയം നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുക. നിങ്ങൾ ഒറ്റയ്ക്കായിരുന്നു കൊണ്ട് നിങ്ങളെ തന്നെ ഒന്ന് നോക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് കിട്ടിയിട്ടുള്ള എന്തൊക്കെ നേട്ടങ്ങളാണ് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് ആ കൊച്ചു കൊച്ചു സന്തോഷത്തിൽ നിങ്ങളെ തന്നെ ഒന്ന് തോളിൽ തട്ടി അഭിനന്ദിക്കുക.
നിങ്ങൾ നേടിയ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ സന്തോഷത്തിൻ്റെ നേട്ടങ്ങൾ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ വൈബ്രേഷൻ ഫ്രീക്വൻസി എന്താവും? ഹൈ ആയി നിൽക്കും എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളുടെ വൈബ്രേഷൻ ഫ്രീക്വൻസി ഹൈ ആയിരുന്നു കഴിഞ്ഞാലാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളിലേക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ബ്ലെസ്സിങ്സ് വരാൻ തുടങ്ങുകയുള്ളൂ. ഓക്കെ, മറ്റൊന്ന്, നിങ്ങൾ ആമയെ കണ്ടിട്ടില്ലേ? ഈ ആമ റോഡ് ക്രോസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ആമ റോഡ് ക്രോസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലേ? ഒന്ന് കാണണം. ആമ റോഡ് ക്രോസ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, ആമയുടെ ചുറ്റും എത്ര തിരക്കേറിയ റോഡാണെങ്കിലും ആമ ചുറ്റുപാടും നോക്കാതെ അത് നിരന്തരമായിട്ട് തൻ്റെ പ്രവൃത്തിയിൽ കൺസിസ്റ്റൻ്റായിട്ട് നിരന്തരമായിട്ട് എന്തു ചെയ്യും? അത് ഇഴഞ്ഞ് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ആമ. കാരണം അത് ചുറ്റുപാടുകളൊന്നും, എത്ര തിരക്കാണെങ്കിലും എത്ര വാഹനങ്ങൾ ആ റോഡിലൂടെ തിരക്കേറി വരുന്നുണ്ടെങ്കിലും ഇതൊന്നും ആമയെ സംബന്ധിച്ചിട്ട് ആമയുടെ ശ്രദ്ധയെ മാറ്റുന്ന ഘടകങ്ങളല്ല. അത് നിരന്തരമായിട്ട് പ്രത്യേകിച്ച് വലിയ ഷോ ഒന്നും കാണിക്കാതെ വളരെ സൈലൻ്റായിട്ട് അതിങ്ങനെ മുന്നോട്ട് ചലിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ ശ്രദ്ധ എന്തിൽ മാത്രമാണ്? മുന്നോട്ടുള്ള ചലനത്തിൽ മാത്രമാണ്. അങ്ങനെ അത് മനോഹരമായിട്ട് ഒരു തടസ്സവും കൂടാതെ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തെത്തുന്നതാണ്. എന്താണ് ഇതിൻ്റെ കാരണം? കൺസിസ്റ്റൻ്റ് ആയിട്ടാണ് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആമയും മുയലിൻ്റെ കഥയൊക്കെ നമ്മൾ പല ക്ലാസ്സുകളിലേക്ക് കേട്ടിട്ടുണ്ട് അല്ലേ? ചെറിയ ക്ലാസ്സുകളിലേക്ക് കേട്ടിട്ടുണ്ട്. അതിലുള്ള ഗുണപാഠം പോലെ ആമയുടെ പ്രത്യേകതയാണ്, ആമ കണ്ടിന്യൂസ് ആയിട്ട് താൻ എടുത്തുകൊണ്ടിരിക്കുന്ന ആ പ്രോസസ്സ് നിരന്തരം മുന്നോട്ടേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. ഇടയ്ക്കൊരു ബ്രേക്ക് ഇടില്ല. ചുറ്റുപാടുകൾ എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് ആമയുടെ വിഷയമല്ല. ആമ അത് ശ്രദ്ധിക്കുന്നില്ല. പകരം എന്തിനാണ് ശ്രദ്ധിക്കുന്നത്? തൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ മാത്രമാണ് ആമ ശ്രദ്ധിക്കുന്നത് എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രാക്ടീസ്, നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, അതിലേക്കുള്ള ലക്ഷ്യബോധം നിങ്ങൾക്കുണ്ടാവണം. ലക്ഷ്യബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനുവേണ്ടി ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലാവും. അതിന് എൻ്റെ ഭാഗത്തു നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. ഭൂരിഭാഗം ആളുകൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ലക്ഷ്യബോധം ഇല്ലാത്തതുകൊണ്ടാണ് അവരിങ്ങനെ വിഷമിച്ച് കറങ്ങി തിരിഞ്ഞ് ഒന്നും ലഭിക്കാത്ത അവസ്ഥയിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. പലരും എന്നെ വിളിച്ച് പറയും, സാറേ ഇത്ര രൂപ എനിക്ക് കൊടുക്കാനുണ്ട് സാറേ, എന്ത് ചെയ്യും? അവധി പറഞ്ഞ് ഞാൻ മടുത്തു. ശരി, തിരിച്ചൊരു ചോദ്യം അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് അവധി പറഞ്ഞ് മടുത്തു, ഒരവധിയും കൂടി നിങ്ങൾ ചോദിക്കുക അവരോട്. നിങ്ങൾ കൃത്യമായിട്ട് പറയാം, എനിക്ക് ഇപ്പോഴേ തരാൻ പറ്റും, വേറെ ഒരു നിർവാഹവും എനിക്കില്ല, എനിക്ക് ഇത്ര സമയം തരണം എന്ന് നിങ്ങളൊരാൾ ആവശ്യപ്പെട്ടു. അവധി വന്നു. ആ അവധി വരുന്ന സമയവും നിങ്ങൾ എന്ത് ചെയ്യണം? എന്താ ചെയ്യേണ്ടത്? വെറുതെ വീട്ടിൽ നിങ്ങൾ ആലോചിച്ചിരുന്നാൽ മതിയോ? കുറച്ച് സമയം കൂടുതൽ കിടന്നുറങ്ങിയാൽ മതിയോ? പോരാ. നമ്മൾ ഏറ്റവും വീക്കായിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഡബിൾ എഫർട്ട് ഇടണം. ഡബിൾ എഫർട്ട്, നമ്മുടെ എഫർട്ട് ഇരട്ടിയാക്കണം. അവിടെയാണ് പ്രശ്നം. അങ്ങനെയുള്ള വലിയ വലിയ പ്രശ്നങ്ങളുടെ കാര്യം സാറ് പറയരുത്. എഫർട്ട് ഇടുന്ന കാര്യങ്ങളൊന്നും എന്താണ് പറയരുത്. വേറെ ഷോർട്ടായിട്ട് വല്ല ടെക്നിക്കലൊക്കെ ഉണ്ടെങ്കിൽ പറയും. പെട്ടെന്ന് നമ്മൾ മിന്നൽ വേഗത്തിൽ അല്ലേ, അങ്ങനെയാണ് എല്ലാവരും ചിന്തിക്കുന്നത് അല്ലേ? അപ്പം നമ്മൾ വീക്കായിരിക്കുന്ന സമയത്താണ് നമ്മൾ ഇരട്ടി എഫർട്ട് ഇടേണ്ടത്. അപ്പോൾ എന്ത് കിട്ടും? നമുക്ക് ഇരട്ടിയായിട്ടുള്ള റിസൾട്ട് കിട്ടും എന്നുള്ളതാണ്. ഈ എഫർട്ട് ഇടാനാണ് എല്ലാവർക്കും ഒരു പ്രശ്നം. നിങ്ങൾ എന്നോടൊപ്പം കൂടൂ. നിങ്ങളുടെ എത്ര ബാധ്യതകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള വഴികൾ, നിങ്ങൾ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എന്നെ കോണ്ടാക്ട് ചെയ്യൂ. നിങ്ങൾ പലരും പറയുന്നുണ്ട് നിങ്ങൾക്ക് എത്ര ബാധ്യതകളുണ്ട്. നിങ്ങൾക്ക് അതെല്ലാം തീർക്കാനായിട്ടുള്ള ഈസി ആൻഡ് എഫർട്ട്ലെസ് ആയിട്ട് തീർക്കാനുള്ള വഴികൾ ഇവിടെയുണ്ട്. ഞാനത് കാണിച്ചു തരാം. ഇത് വെറുതെ പറയുന്നതല്ല. പക്ഷെ ആ വഴികളിലേക്ക് എത്തിച്ചേരാൻ നിങ്ങൾ തയ്യാറാവണം എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒരു ഡേറ്റ് പറഞ്ഞ ആ ഡേറ്റിന് ആ പണം കൊടുക്കാൻ വേണ്ടി എങ്ങനെ കൊടുക്കും? വെറുതെ ഇരുന്നാൽ ക്യാഷ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യണം? നമ്മളൊരു എഫർട്ട് ഇടണം. ആ എഫർട്ട് എങ്ങനെയുള്ളതായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ നാളെ മുതൽ കരിങ്കൽ മടയിൽ ജോലിക്ക് പോകണം എന്നല്ല ഞാൻ പറഞ്ഞതിനർത്ഥം. അതിന് ഈസി ആൻഡ് എഫർട്ട്ലെസ് ആയിട്ടുള്ള വഴികളുണ്ടെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഓക്കെ, ക്ലിയർ ആയോ? നിങ്ങൾ ഇതിനൊരു പെയിൻ ഇടണം. ആ പെയിൻ എന്ന് പറയുന്നത് ഈ എഫർട്ടാണ്. നിങ്ങൾ കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്ത് പണമുണ്ടാക്കണം എന്നല്ല ഞാൻ ആവർത്തിച്ച് പറയുന്നു. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഈസി ആൻഡ് എഫർട്ട്ലെസ് ആയിട്ട് നിങ്ങൾ
പരുന്തിനെ കണ്ടിട്ടില്ലേ? പരുന്തിനെ കുറിച്ച് പരുന്തിൻ്റെ ഒരു സ്റ്റോറി പറയുന്നത് എങ്ങനെയാണ്? പരുന്ത് എന്ന് പറഞ്ഞ ആ പക്ഷി ഏതാണ്ട് 70 വർഷക്കാലം ജീവിക്കുമെന്നാണ് പറയപ്പെടുന്നത്. 70 വർഷക്കാലം അതിന് ആയുസ്സുണ്ടെന്ന്. പക്ഷേ 40 വർഷമായി കഴിയുമ്പോൾ, 40 വയസ്സാവുമ്പോഴേക്കും ആ പരുന്തിൻ്റെ ശക്തി കുറയും. തൻ്റെ കാലിലെ നഖങ്ങളെല്ലാം ബലം കുറഞ്ഞു വരും. പല്ല് കൊഴിഞ്ഞ സിംഹം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതേ ഒരു അവസ്ഥയിലേക്ക് പരുന്ത് മാറുമെന്നാണ് പറയുന്നത്. പരുന്തിൻ്റെ നഖങ്ങളുടെ ബലം കുറഞ്ഞ് ഇര പിടിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് അതിന് ബലക്ഷയം സംഭവിക്കുന്നു. തൻ്റെ കൊക്ക് പതുക്കെ പൊട്ടിത്തുടങ്ങുന്നു പരുന്തിൻ്റെ. അപ്പോൾ അതിന് ഇരയെ പിടിച്ച് ഭക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറുന്നു. മനസ്സിലായോ? അതിൻ്റെ തൂവലുകൾ ബലം കുറഞ്ഞ് കൊഴിഞ്ഞു പോകാവുന്ന അവസ്ഥയിലേക്ക് മാറുന്നു. ഈ അവസ്ഥയിലായിരിക്കുമ്പോൾ പരുന്ത് എന്താ ചെയ്യുന്നറിയാമോ? പരുന്തിൻ്റെ എല്ലാ കഴിവുകളും നഷ്ടപ്പെട്ട് ബലഹീനനാവുന്ന ഒരവസ്ഥയാണ് ഈ പ്രായത്തിൽ എന്നാണ് പറയുന്നത്. പരുന്ത് എന്ത് ചെയ്യുന്നു വെച്ചാൽ, പരുന്ത് പർവ്വതങ്ങളിലേക്ക് പോയിട്ട് അവിടെ വെച്ച് ആ പാറയിൽ തൻ്റെ കൊക്ക് തല്ലി പൊട്ടിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഈ കൊക്ക് ചുണ്ടുകൾ ഇങ്ങനെ പൊട്ടിച്ചു കഴിഞ്ഞാൽ പുതിയ ചുണ്ട് വളർന്നു വരുന്നു. തൻ്റെ കാലിലെ നഖങ്ങൾ വികൃതമായി ബലക്ഷയം സംഭവിച്ച നഖങ്ങളെ അത് പറിച്ചു കീറി കളയുന്നു. തൻ്റെ തൂവലുകളെ വലിച്ചെടുത്ത് കളയുന്നു. വേദന സഹിച്ചിട്ടാണ്. തൻ്റെ പുതിയ കാലിൽ പുതിയ നഖങ്ങൾ വരുന്നവരെ അത് വിഷമിച്ച് വേദന അനുഭവിച്ച് പട്ടിണിയിരുന്ന് വെയിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വളരെ സമയമെടുത്ത് ആ കാലിൽ പുതിയ നഖങ്ങൾ വന്നു ചേരുന്നു. പുതിയ ചുണ്ട്, ഈ തല്ലിപ്പൊളിച്ച് കളഞ്ഞ ചുണ്ടിൻ്റെ സ്ഥാനത്ത് പുതിയ ചുണ്ട് വരുന്നു, പുതിയ തൂവലുകൾ വരുന്നു. അങ്ങനെ പരുന്ത് വീണ്ടും യൗവനത്തിലേക്ക് വരുന്നു. മനസ്സിലാവുന്നുണ്ട് ഞാൻ പറഞ്ഞത്? അങ്ങനെ വീണ്ടും ആകാശത്തിലെ രാജാവായിട്ട് വീണ്ടും അടുത്ത 70 വയസ്സുവരെ 70 വർഷക്കാലം ആ പരുന്ത് ആകാശത്തിലെ രാജാവായിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ ഈ പെയിൻ എടുക്കാൻ ആ ജീവിക്ക് സ്വതസിദ്ധമായിട്ട് കിട്ടിയിട്ടുള്ള ഒരു കഴിവാണ്. അത് ആ സമയം മുഴുവൻ പട്ടിണിയാണ്, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ആ പെയിൻ എടുത്ത് ഒരു തപസ് പോലെ ആ പരുന്ത് കാത്തിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? തൻ്റെ പുതിയ നഖങ്ങൾ വരാൻ, പുതിയ തൂവലുകൾ വരാൻ, പുതിയ കൊക്ക് രൂപപ്പെട്ടു വരാനായിട്ട്. ഇതുപോലെയാണ് നിങ്ങൾ എഫർട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വപ്ന ജീവിതം, പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. ഇതൊരു ദിവാസ്വപ്നം കാണുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്, യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യമാണ് നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് ആളുകൾ അനുഭവിച്ച് സന്തോഷത്തോടെ സമ്പൽ സമൃദ്ധിയിൽ ജീവിക്കുന്നത്. അതിന് നിങ്ങളുടെ വിദ്യാഭ്യാസം പ്രശ്നമല്ല, നിങ്ങൾ കറുത്തത് വെളുത്തതാണെന്നുള്ള മാനദണ്ഡമല്ല. ഞാൻ പറയാറുണ്ട്, പലപ്പോഴും ഏറ്റവും കൂടുതൽ റാങ്ക് വാങ്ങിച്ചിട്ടുള്ള റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് അവരോടൊപ്പം പഠിച്ച 10ാം ക്ലാസ് തോറ്റ വ്യക്തികൾ നടത്തുന്ന മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലാണ് ഈ റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ജോലി ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കിയോ. കാരണം എന്താണ്? റാങ്ക് വാങ്ങിച്ച വ്യക്തിക്ക് ജീവിത വിജയത്തിലേക്ക് എത്താനുള്ള പഠിപ്പ് കിട്ടിയിട്ടില്ല. അത് കിട്ടിയിട്ടുള്ള ആർക്കാണ്? ആ വിദ്യാഭ്യാസം കുറഞ്ഞവർക്കാണ്. നിങ്ങൾ നോക്കിയോ, അതിൻ്റെ ഹിസ്റ്ററി ഓരോ വ്യക്തികളുടെ എക്സാമ്പിളോടെ എടുത്ത് കാണിച്ചു തരാം. വെറും സാധാരണക്കാരായിരുന്നിട്ടുള്ള വ്യക്തികളാണ് സീറോ ടു ഹീറോ, സീറോയിൽ നിന്നാണ് ഹീറോ ആയിട്ടുള്ളത്. നമ്മുടെ പ്രധാനമന്ത്രി അടക്കം. മനസ്സിലാവുന്നുണ്ട് ഞാൻ പറഞ്ഞത്? അങ്ങനെ ഒരുപാട് പേരുടെ പേര് പറഞ്ഞു തരാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇതിന് തയ്യാറാണെങ്കിൽ, നിങ്ങളുടെ എത്ര ബാധ്യതയാണെങ്കിലും എത്ര കടബാധ്യതയാണെങ്കിലും നമുക്ക് വീട്ടാന്നേ. ഞാൻ നിങ്ങളുടെ ഒപ്പം നിന്ന് നിങ്ങളെ സഹായിക്കാൻ ഞാനുണ്ടാവും. നിങ്ങൾ തയ്യാറാണെങ്കിൽ എത്ര വഴികൾ നിങ്ങളുടെ മുന്നിലുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങളത് കാണാതെ പോകുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഇല്ല. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ളൊരു ക്ലാരിറ്റി ഇല്ലാത്തതാണ് പ്രശ്നം. അതാണ് ഞാൻ ചോദിച്ചത്. ഇന്ന് രാത്രി ദൈവം നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് നിനക്ക് എന്താണ് വേണ്ടത് 5 സെക്കൻഡിനുള്ളിൽ പറയണമെന്ന് പറഞ്ഞാൽ നിങ്ങളാരും വിഷമിച്ചു പോകും. കാരണം എന്താണ് ഞാൻ പറയേണ്ടതെന്ന്. കാരണം എന്താ? നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ല. നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്നുള്ള ക്ലാരിറ്റി ഇല്ല. ഓക്കെ, ഞാൻ പറഞ്ഞ മനസ്സിലായെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും.
അപ്പോൾ ഈ ക്ലാരിറ്റിയിലേക്ക് നിങ്ങൾ വരിക. ഞാൻ നിങ്ങളെ ഒരുക്കി തരാം. നിങ്ങളെ കുറച്ച് 2 ദിവസത്തേക്കോ 2 ആഴ്ചത്തേക്കോ 1 മാസത്തേക്കോ ഉള്ളതല്ല. ഈ യാത്ര നിരന്തരം നിങ്ങൾ ഇതേ രൂപത്തിൽ പ്രാക്ടീസ് ചെയ്ത് വരുന്തോറും, നിങ്ങൾ എന്നോടൊപ്പം കണക്റ്റഡായിട്ട് ഇരുന്ന് നിങ്ങൾ ഓരോ ദിവസവും പ്രാക്ടീസ് ചെയ്ത് വരുന്തോറും നിങ്ങളുടെ ബ്രെയിനിൽ പുതിയ പുതിയ രൂപമാറ്റങ്ങൾ വരാൻ തുടങ്ങും, ചേഞ്ചസ് വരാൻ തുടങ്ങും. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ നിങ്ങൾ ഈ ഭാഷ പഠിച്ചതുപോലെ, നിങ്ങൾ മലയാളം നിങ്ങളുടെ മാതൃഭാഷ പഠിച്ചതുപോലെ കുഞ്ഞായിരുന്ന സമയത്ത് മുതൽ അത് കേട്ട് പഠിച്ചതുപോലെ നിരന്തരം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിലേക്ക് അത് ചെല്ലുകയും അത് യാഥാർത്ഥ്യമായി തീരും. ഈ ഭാഷ നിങ്ങളുടെ നാവിന് വഴങ്ങിയത് എങ്ങനെയാണ്? നിങ്ങൾ സ്കൂളിൽ പോയി പഠിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ അച്ഛൻ അമ്മ എന്ന് പറയാൻ തുടങ്ങിയത് എങ്ങനെയാണ്? നിരന്തരം കേട്ടിട്ടാണ്. ശരിയല്ലേ? 1.5 വയസ്സ് 2 വയസ്സാകുന്ന സമയത്ത് നിങ്ങൾ ഏത് സ്കൂളിലും കോളേജിലും പോയിട്ടാണ് പഠിച്ചത്? മനസ്സിലായി ഞാൻ പറഞ്ഞു? അപ്പോൾ അതിനിടയ്ക്ക് ഒരു ദിവസം നിങ്ങൾ ഇപ്പോൾ ഡ്രൈവിംഗ് പഠിക്കാൻ പോകുമ്പോൾ ഒരു ദിവസം നിങ്ങൾ മുടങ്ങിപ്പോയി, സാരമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റാതെ ആവില്ല. പക്ഷെ നിരന്തരം മുടങ്ങിപ്പോയാലോ? അപ്പോൾ പഠിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം നിരന്തരമായിട്ടുള്ള പ്രാക്ടീസാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും ഞാൻ ചെയ്തു തരാം. നമ്മളിപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. മെഡിറ്റേഷനിൽ ഇവിടെ ഇരിക്കുന്ന പലരും എൻ്റെ മെഡിറ്റേഷൻ ക്ലാസ്സിലുള്ള വ്യക്തികളാണ്. ഞാനിപ്പോൾ സിൽവർ മെമ്പർഷിപ്പ് ക്ലാസ് ആയിരുന്നു 8 മണിക്ക് നടന്നുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ക്ലാസ്സിലേക്ക് കയറിയത്. നിങ്ങൾ അതിനു വേണ്ടി തയ്യാറായി കഴിഞ്ഞാൽ, ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിനെ ഡീപ്പ് ലെവലിൽ ശാന്തമാക്കും. നിങ്ങൾക്കൊരു സമാധാനവും സന്തോഷവും വേണം. ഈ സമാധാനത്തിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാലാണ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളിലേക്ക് ബ്ലെസ്സിങ് വരുള്ളൂ. നിങ്ങളുടെ മനസ്സ് കടൽ പോലെ ആർത്തിരമ്പിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലേക്ക് യാതൊന്നും വർക്ക് ചെയ്യില്ല, യൂണിവേഴ്സിനെ പ്രവർത്തിക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് നിങ്ങളെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ പഠിപ്പിച്ചു തരുന്നത്. നിങ്ങൾ ഈ പഠിപ്പിച്ചു തരുന്ന മാർഗത്തിലൂടെ ചലിക്ക്. നിങ്ങൾ എന്നോടൊപ്പം നിൽക്ക്. നിങ്ങൾ ഒരു ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ വിട്ടിങ്ങനെ പോയി കഴിഞ്ഞാൽ കാര്യമില്ല. മനസ്സിലായോ? ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഈ ക്ലാസ് റൂമിൽ വന്നിട്ടുള്ളവരെല്ലാം ഭാഗ്യം ചെയ്തവരാണെന്ന് പറയാൻ കാരണം അതാണ്. കാരണം നിങ്ങൾക്ക് വിജയിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് നിങ്ങൾ ഈ ക്ലാസ് റൂമിലേക്ക് എത്തിപ്പെട്ടത്. എത്രയോ പേര് ക്ലാസ് റൂമിൽ എത്താത്ത ആളുകളുണ്ട്. മനസ്സിലായോ? കാരണം അവർക്ക് ലക്ഷ്യബോധമില്ല, ക്ലാരിറ്റി ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾക്ക് ജീവിതത്തിലേക്ക് നമുക്ക് വിജയത്തിലേക്ക് എത്തിപ്പെടാനായിട്ട് സാധ്യമല്ല. അപ്പോൾ നിങ്ങൾ നിരന്തരമായിട്ട് എന്നോടൊപ്പം പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ മടുക്കരുത്. ഞാൻ പറയാറുണ്ട്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്, നമ്മൾ എന്നും കഴിച്ചാൽ മടുക്കാത്തൊരു ഭക്ഷണമാണ് ചോറ്, അല്ലേ? മലയാളികളുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണമല്ലേ ചോറ്. അത് കഴിച്ചാൽ നിങ്ങൾക്ക് മടുപ്പുണ്ടോ? ഇല്ല. ശരിയല്ലേ? ഇനിയും കിട്ടിയാലും 3 നേരത്തിൽ 4 നേരം കിട്ടിയാലും കഴിക്കുമെന്ന് ചില ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ മടുക്കാതെ പ്രാക്ടീസ് ചെയ്യുക. മടുക്കാതെ നിരന്തരം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് നിങ്ങൾക്ക് വേണ്ട കാര്യം, അത് എത്ര പണമാണെങ്കിലും സമ്പത്താണെങ്കിലും ഐശ്വര്യങ്ങളാണെങ്കിലും, നിങ്ങൾക്ക് വേണ്ട കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചു തരുവാൻ വേണ്ട വ്യക്തികളെയും സാഹചര്യങ്ങളെയും സന്ദർഭങ്ങളെയും യൂണിവേഴ്സ് നിങ്ങൾക്കായിട്ട് ഒരുക്കി തരും. അപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് തീവ്രമായ ആഗ്രഹം വരണം. ആഗ്രഹം വേണമെങ്കിൽ എന്ത് വേണം? ക്ലാരിറ്റി വേണം, എന്താണ് വേണ്ടതെന്ന്. ഓക്കെ. മാത്രമല്ല, നിങ്ങളിലുള്ള ഹീൽ ചെയ്യപ്പെടാത്ത എനർജികൾ, നിങ്ങൾക്കുള്ള വൈരാഗ്യം, വിദ്വേഷം, പക, ശത്രുത, ഇതുപോലെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് വികാരങ്ങൾ, ഇതെല്ലാം നെഗറ്റീവ് ബ്ലോക്കുകൾ നിങ്ങളിൽ സൃഷ്ടിച്ചിരിക്കുന്നു. അതുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് ഒരു ബ്ലെസ്സിങ്ങും വരില്ല. അപ്പോൾ ഇതൊക്കെ മാറ്റി നിങ്ങളെ നല്ല വെണ്മയേറിയ നല്ല വൈറ്റ് ഷീറ്റ് പേപ്പർ പോലെ നിങ്ങളെ ഒരുക്കുന്ന ഒരു ജേണിയാണ് നമ്മുടെ ക്ലാസ്സുകൾ. സിൽവർ മെമ്പർഷിപ്പ് ക്ലാസ് ആണെങ്കിലും ഗോൾഡ് മെമ്പർഷിപ്പ് ക്ലാസ് ആണെങ്കിലും ഇതിലൊക്കെ നമ്മളിപ്പോൾ മെഡിറ്റേഷനും കൂടി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ 1 മാസം നീണ്ടു നിൽക്കുന്ന, നേരത്തേക്ക് വന്നിട്ടുള്ളവർക്ക് 1.5 മാസമൊക്കെ ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. കാരണം അവരെല്ലാം വരണം. നിങ്ങളെല്ലാവരും വന്ന് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം, സമാധാനത്തോടെയും സന്തോഷത്തോടെയും നല്ല റിലേഷൻഷിപ്പുകളോടുകൂടിയും നിങ്ങളുടെ വീട്ടിലുള്ളവരൊക്കെ ആയിട്ട് നിങ്ങൾ ഏറ്റവും സന്തോഷത്തോടെയും ഏറ്റവും സമ്പന്നരായിട്ടും നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളിങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഒരുക്കിയാണ്. നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും പറയുകയാണ്, നിങ്ങൾ ഒറ്റയടിക്ക് ഇതെല്ലാം കിട്ടണം സാറേ, എനിക്ക് നാളെ എനിക്ക് 1 ലക്ഷം രൂപ വേണം, അപ്പോൾ അതുകൊണ്ട് നാളെ 1 ലക്ഷം എനിക്ക് കിട്ടിയാൽ മതി, അതാണ് ആവശ്യം എന്നാണ് പലരും ചിന്തിക്കുന്നത്. ആ 1 ലക്ഷം കൊണ്ട് നിങ്ങളുടെ ജീവിതമാകുമോ? ഇല്ല. ഞാൻ നിങ്ങൾക്കൊരാൾക്ക്, ചില ആളുകളൊക്കെ പറയും എനിക്ക് കുറച്ച് ക്യാഷ് വേണം, നിങ്ങൾക്ക് 1 ലക്ഷം രൂപ വന്നാൽ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കുമോ? ഇല്ല.
നിങ്ങളെ ഞാൻ മീനല്ല തരുന്നത്, മീൻ പിടിക്കാൻ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ എന്നോടൊപ്പം സ്ട്രോങ് ആയിട്ട് നിങ്ങൾ നിൽക്കൂ. നിങ്ങളെ ഞാൻ ഏറ്റവും സക്സസിലേക്ക് എത്തിക്കാം. നിങ്ങൾ കണ്ണടച്ച് ഇതിലേക്ക് വരണം. നിങ്ങൾ വന്ന് കൺസിസ്റ്റന്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ മെഡിറ്റേഷൻ ക്ലാസ്സൊക്കെ പങ്കെടുക്കുന്നവരുടെ നിങ്ങൾ അനുഭവം ചോദിച്ചു നോക്കി, അവർക്ക് പറയാനുണ്ടാവും അനുഭവങ്ങൾ. അത്രയേറെ പവർഫുൾ ആയിട്ട് അവരുടെ മൈൻഡ് ഓരോ ദിവസവും ഏറ്റവും ശക്തമായിട്ട് വരികയും ഏറ്റവും സന്തോഷമായിട്ടാണ് അവർ വരുന്നത്. അവർ ചോദിച്ചു നോക്കി, അവരുടെ മുഖങ്ങൾ കണ്ടാൽ അറിയാം അവരെന്തുമാത്രം സന്തോഷത്തിലാണ്. ഈ സന്തോഷത്തിലേക്കാണ് പ്രിയപ്പെട്ടവർ നിങ്ങൾ ഓരോരുത്തരും ഞാൻ ക്ഷണിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ നിങ്ങൾ ഈ കരഞ്ഞും വിഷമിച്ചും ഈ ബാധ്യതകളെ ഓർത്തും ഈ പ്രശ്നങ്ങളെ ഓർത്തും നിങ്ങളുടെ റിലേഷൻഷിപ്പുകളെ ഓർത്തും ഇങ്ങനെയൊക്കെ വിലപിച്ച് ദിവസവും ഇങ്ങനെ തള്ളിക്കളഞ്ഞ് ഓരോ ദിവസവും തള്ളി നീക്കി നിങ്ങൾ ജീവിക്കാതെ വിഷമിച്ച് ചെറിയ പ്രായത്തിൽ വയസ്സായ ആളുകളെ പോലെ അങ്ങനെ ജീവിച്ചിരുന്നിട്ട് എന്താണ് കാര്യം? നിങ്ങൾ അങ്ങനെ ജീവിക്കേണ്ട വ്യക്തികളല്ല. ഞാൻ ഈ പറയുന്ന സന്തോഷത്തിലേക്ക് കടന്നു വരും. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും, കടബാധ്യതകളും, വീട് വിൽക്കാനുള്ള കാര്യങ്ങളും, പ്രോപ്പർട്ടി വിൽക്കാനുള്ള കാര്യങ്ങളും എല്ലാം ശരിയാകും. ഇത് ശരിയാകാത്തതിൻ്റെ പ്രശ്നമാണ് നിങ്ങളിലുള്ള എനർജി ഹീൽ ചെയ്യപ്പെട്ടാൽ മാത്രമാണ് നിങ്ങൾ അതിലേക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ. നിങ്ങളിലേക്ക് ഹീൽ ചെയ്യപ്പെടാത്ത എനർജി ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ അത് മാറണം. അത് മാറ്റി നിങ്ങളെ ഏറ്റവും നല്ല മനോഹരമായ രീതിയിൽ ഏറ്റവും വെണ്മയേറിയ രൂപത്തിലേക്ക് നിങ്ങൾ മാറുമ്പോഴാണ് നിങ്ങൾ അതുവരെ പെൻഡിങ് ആയിരുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് അതിവേഗം വന്ന് ചേരുന്നത്. ഉരുൾപൊട്ടി ഒഴുകുന്ന പോലെ ആയിരിക്കും നിങ്ങളിലേക്ക് പണം ഒഴുകി വരുന്നത്. ഇത് ഞാൻ വെറും വാക്ക് പറയുന്നതല്ല. ആ അനുഭവത്തിലേക്ക് വന്നിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ ഈ ക്ലാസ്സിൽ തന്നെ. എങ്ങനെയാണ് ഈ അനുഭവത്തിലേക്ക് വരുന്നത്? നിങ്ങളെ തന്നെ ഒരുക്കപ്പെടണം. ആ ഒരുക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്ലാസ്സുകൾ ചെയ്യുന്നത്. ആ ഒരു ക്ലാസ് കൊണ്ടല്ല, അടുത്ത ലെവലിലേക്ക് നിങ്ങൾ അഡ്വാൻസ് ലെവലിൽ നിങ്ങൾക്ക് ഇന്നർ ചൈൽഡ് ഹീലിംഗ്, അതുപോലെ ചക്ര ബ്ലോക്കുകൾ ഇതെല്ലാം ഹീൽ ചെയ്യപ്പെട്ട് നിങ്ങൾ മെഡിറ്റേഷനിലുമായിരുന്നു നിങ്ങളുടെ മനസ്സിനെ ഏറ്റവും ക്ലെൻസ് ചെയ്ത് മനോഹരമാക്കി കഴിയുമ്പോണ്ടല്ലോ നിങ്ങൾക്ക് അതിയായിട്ടുള്ള ഇന്ന് വരെ അനുഭവിക്കാത്ത വലിയ സന്തോഷത്തിലേക്ക് നിങ്ങൾ വരാൻ തുടങ്ങും. മനസ്സിലാവുന്നുണ്ടോ? എന്തെന്നില്ലാത്ത സന്തോഷവും സമാധാനവും നിങ്ങളിലേക്ക് വരാൻ തുടങ്ങും. നിങ്ങൾ ഇതുവരെ അനുഭവിക്കാത്ത, വിഷമിച്ചിരുന്നവരുടെ മനസ്സിലേക്ക് മരുഭൂമിയിൽ മഴ പെയ്യുന്ന പോലെ ഒരു കുളിര് കോരുന്ന അനുഭവം നിങ്ങളിലേക്ക് വരും. ഈ അനുഭവം നിങ്ങൾ ഒരു ദിവസത്തേക്ക് അനുഭവിക്കാനല്ല ഞാൻ പറഞ്ഞത്, ജീവിതകാലം മുഴുവൻ. അതിന് നിങ്ങൾ ഒന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, ഞാനായിട്ട് കണക്റ്റായിട്ട് നിൽക്കുക. ഞാൻ പറയുന്ന പ്രാക്ടീസുകൾ നിരന്തരം എന്നോടൊപ്പം മുടങ്ങാതെ ചെയ്തുകൊണ്ടിരിക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫ്രീ ക്ലാസ്സുകളും പെയ്ഡ് ക്ലാസ്സുകളും എല്ലാം വെച്ചുകൊണ്ട് നിങ്ങളെ ഘട്ടം ഘട്ടമായിട്ട് ഒരുക്കാനായിട്ട് ഞാൻ റെഡിയാണ്. നിങ്ങൾ റെഡിയായാൽ മാത്രം മതി. നിങ്ങൾ റെഡിയാണെങ്കിൽ ഞാൻ നിങ്ങളെ ഈ പറയുന്ന ലെവലിലേക്ക് ഞാൻ കൈപിടിച്ച് നടത്താൻ തയ്യാറാണ്. അതിന് ഞാൻ പറഞ്ഞു, നമ്മുടെ ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് ക്യാഷ് ഒരുമിച്ച് അടയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പാർട്ടായിട്ട് പേയ്മെൻറ്റ് ചെയ്താൽ മതി. ഇനി വരുന്ന ക്ലാസ്സിലേക്ക് നിങ്ങൾ ഇപ്പോഴേ നിങ്ങൾ ബുക്ക് ചെയ്തോ. നിങ്ങളുടെ സീറ്റുകൾ പാർട്ടായിട്ട് ചെറിയ എമൗണ്ടുകളായിട്ട് പല തവണകളായിട്ട് നിങ്ങൾ അടച്ചാലും മതി. ഇതെല്ലാം ഞാൻ അവസരം ഉണ്ടാക്കി തരുന്നത് നിങ്ങളെല്ലാവരും ഈ അനുഭവത്തിലേക്ക് വരിക. നിങ്ങളുടെ എല്ലാത്തരം പ്രശ്നങ്ങളും എല്ലാം മാറ്റി നിങ്ങൾ മനോഹരമായ ജീവിതത്തിലേക്ക്. ഇതൊരു യാത്രയാണ്, ഒരു ജേണിയാണ്. ഒരു ദിവസത്തേക്ക് നിങ്ങൾ എന്തെങ്കിലും വന്ന് ഇവിടെ ഒന്ന് വാങ്ങിച്ച് കൊണ്ടുപോയി പിന്നെ അങ്ങോട്ട് എവിടേക്ക് പോകുന്ന ഒരു യാത്രയല്ല. നമ്മളോടൊപ്പം ജീവിതകാലം മുഴുവൻ നമ്മളിങ്ങനെ മനോഹരമായ ലൈഫിലേക്ക് നിങ്ങൾ ഓരോ ദിവസവും ഇങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് ബോണസായിട്ട് ഇങ്ങനെ ബ്ലെസ്സിങ്സ് എല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ ജീവിതത്തിലേക്ക് ഞാൻ ക്ഷണിക്കുന്നത്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. അതുപോലെ നമ്മുടെ യൂട്യൂബിലും ഞാൻ വീഡിയോസ് എല്ലാം ചെയ്ത് ആ വീഡിയോ എല്ലാം നിങ്ങൾ കാണുക. ഓരോ വീഡിയോ എടുത്തെടുത്ത് കാണുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പോയിന്റെങ്കിലും അതിൽ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാവും. ചിലപ്പോൾ നിങ്ങളെ സ്ട്രൈക്ക് ചെയ്യുന്ന ആ ഒരു പോയിന്റ് ആയിരിക്കും. അതുവരെ നിങ്ങൾ കേൾക്കാത്ത ഒരു കാര്യമായിരിക്കും അതിലൂടെ നിങ്ങൾ അനുഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ സിൽവർ മെമ്പർഷിപ്പ് ക്ലാസ്സിലേക്ക് ഇനിയും വരാത്തവർ നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ അവസരം പ്രയോജനപ്പെടുത്തി നിങ്ങൾ അതിലേക്ക് വരിക. ഇപ്പോൾ സിൽവർ മെമ്പർഷിപ്പ് ക്ലാസ്സിൽ 1 മാസം നീണ്ടു നിൽക്കുന്ന പവർഫുള്ളായിട്ടുള്ള മെഡിറ്റേഷൻ ഉണ്ട്. നേരത്തെ അത് ഉണ്ടായിരുന്നില്ല, അത് ഞാനിപ്പോൾ എടുത്തു പറയുന്ന. അഡ്വാൻസ് ലെവലിലുള്ള ഗോൾഡ് മെമ്പർഷിപ്പ് ക്ലാസ്സിലും ഇതുപോലെ ഒരുപാട് പുതുമകളും പുതിയ ക്ലാസ്സുകളും ആഡ് ചെയ്തിട്ടാണ് ഞാൻ തരുന്നത്. അതിലുണ്ട് മെഡിറ്റേഷൻ. ഓരോ മാസവും വ്യത്യസ്തമായിട്ടുള്ള പുതിയ മെഡിറ്റേഷൻ. കാരണം 30 ദിവസം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിൽ
100% ചേഞ്ച് വന്നിരിക്കും. ഞാനതിന് ഗ്യാരണ്ടിയാണ്. നിങ്ങൾക്ക് ആ ചേഞ്ച് വന്നതിൽ നിങ്ങൾക്ക് തിരിഞ്ഞെന്ന് എന്നോട് ചോദിക്കാം. ഇപ്പോൾ ഈ ക്ലാസ്സിൽ പങ്കെടുത്തവർക്ക് അറിയാം ചേഞ്ച് വന്നോ ഇല്ലേ എന്ന്. വന്നോ? ഓക്കെ, ഞാൻ മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിന് മൈക്ക് നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ഞാൻ ക്ഷണിക്കുകയാണ് വീണ്ടും വീണ്ടും. കാരണം നിങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെ പ്രശ്നങ്ങളിലേക്ക് പോകാതെ നിങ്ങൾ സ്വയം ഹീൽ ചെയ്യപ്പെടുക. നിങ്ങൾ ഹീൽ ചെയ്യപ്പെട്ട് നിങ്ങളുടെ എല്ലാ തലങ്ങളിലുമുള്ള എനർജി ഹീൽ ചെയ്യപ്പെടട്ടെ. നിങ്ങളുടെ മക്കൾ, അവർക്ക് നല്ലൊരു ഭാവി ഉണ്ടാകാനായിട്ട് അത് സഹായകരമാകുമെന്നുള്ളതാണ്. നിങ്ങളുടെ കുടുംബത്തിലൊരു പ്രകാശമായി മാറട്ടെ, നിങ്ങളുടെ സമൂഹത്തിലൊരു പ്രകാശമായി മാറട്ടെ. നിങ്ങൾക്ക് എത്ര പേര് ആഗ്രഹിച്ചാൽ നിങ്ങൾക്ക് ഓരോ വ്യക്തികൾക്കും ഒരുപാട് സ്കില്ലുകളുണ്ട്. ആ സ്കില്ലിനെ ഏറ്റവും നല്ല പണമാക്കി മാറ്റാനുള്ള സംവിധാനങ്ങൾ ഞാനിതിൽ പഠിപ്പിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ എങ്ങനെ ഈ പണം കടം വീട്ടും എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യും. ഞാൻ ഈ ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് വളരെ ക്ലിയറായിട്ട് നിങ്ങൾക്ക് സാധ്യമായ രീതിയിൽ ഏറ്റവും മനോഹരമായിട്ടും എളുപ്പത്തിലും നിങ്ങൾക്കത് ഏൺ ചെയ്യാനുള്ള വഴികൾ, സ്കില്ലിനെ ഡെവലപ്പ് ചെയ്ത് തരാനുള്ള വഴികൾ ഞാൻ പഠിപ്പിച്ചു തരാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. പലരും ക്ലാസ്സുകളിൽ പങ്കെടുത്ത് ഞാൻ പറഞ്ഞ പോലെ ആമ മഴ കൊള്ളുന്ന പോലെ ഇരുന്നിട്ട് യാതൊരു കാര്യമില്ല. ആമ മഴ കൊള്ളുമ്പോൾ എന്താ കൈകാലൊക്കെ അകത്തേക്ക് വലിച്ചിരിക്കും. മഴ മാറിക്കുമ്പോൾ വീണ്ടും പൂർവ്വസ്ഥിതി പ്രാപിച്ച് പഴയതിൻ്റെ പിന്നത്തെ അവസ്ഥയിലേക്ക് പോകും. പിന്നെ നമ്മൾ എന്തെങ്കിലും കണ്ടുപിട്ടുമ്പോൾ എന്തായാലും മറ്റേ ക്ലാസ് അത് ഞാനിപ്പോൾ ഒന്നും ഓർക്കണില്ല സാറ്, അന്ന് പറഞ്ഞേക്കാണ് സാറ്, അപ്പോൾ ഒരു ചൂടുണ്ടായിരുന്നു, പിന്നെ എന്ത് സംഭവിച്ചു? ആ ചൂട് എങ്ങനെയോ ആറിപ്പോയി. അപ്പോൾ ആറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിരന്തരം ഇതൊക്കെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സജീവമാകുക, ഗ്രൂപ്പിൽ നിങ്ങൾ ഡിസ്കസ് ചെയ്യും. ഓരോരുത്തരുടെ കുഞ്ഞനുഭവമാണ്, ഇപ്പോൾ ഒരു മൊട്ടുസൂചി കിട്ടിയ അനുഭവമാണെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാവുന്നൊരു മനസ്സിലേക്ക് നിങ്ങൾ വരൂ. നിങ്ങൾക്ക് ആ നല്ലത് നന്മകൾ ഷെയർ ചെയ്യാൻ തുടങ്ങുമ്പോൾ വീണ്ടും വീണ്ടും യൂണിവേഴ്സ് നിങ്ങൾക്ക് നന്മകൾ തരാൻ തുടങ്ങും. നിങ്ങൾ ആ അനുഭവത്തിലേക്ക് എത്തിപ്പെടാത്തതുകൊണ്ടാണ് പലർക്കും അതിൻ്റെ ഒരു അനുഭൂതി കിട്ടാത്തത്, അതിൻ്റെ ഒരു മാധുര്യം കിട്ടാത്തത്. ഞാനീ പറയുമ്പോഴൊക്കെ അവർ വിചാരിക്കുന്നുണ്ടാവും സാറി പറഞ്ഞ് ഇത്രയും മധുരമായിട്ട് പറഞ്ഞു, പക്ഷെ ഞങ്ങൾക്ക് ആ മധുരം കിട്ടിയിട്ടില്ലല്ലോ എന്ന്. ആ മധുരം കിട്ടിയിട്ടുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. അതിന് കാരണം ഇതാണ്. നമ്മുടെ നാക്കിലൊരു സെല്ലോ ടേപ്പ് ഒട്ടിച്ച് വെച്ചിട്ട് ഏറ്റവും രുചികരമായ മിഠായി ചോക്ലേറ്റ് നാവിൽ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും രുചി തോന്നുമോ? ഇല്ല. ആ സെല്ലോ ടേപ്പ് ആവുന്ന എനർജിയെ ഹീൽ ചെയ്ത് കഴിയുമ്പോൾ ആ സെല്ലോ ടേപ്പ് മാറ്റിയിട്ട് ഈ ചോക്ലേറ്റ് വെക്കുമ്പോൾ കൊള്ളാം, അടിപൊളി, ഇത്രയും മധുരം ഉണ്ടായിരുന്നു സാറേ, ഞങ്ങൾ അറിഞ്ഞില്ല ഇതിനു മുമ്പ് എന്ന് പറയുന്ന അനുഭവത്തിലേക്ക് വരും. ആ ഒരു അനുഭവത്തിലേക്കാണ് ഞാൻ എല്ലാവരെയും ക്ഷണിക്കുന്നത്. ഓക്കെ, അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം. ഇനി നമ്മുടെ അടുത്ത ബാച്ച് സിൽവർ മെമ്പർഷിപ്പ് ക്ലാസ്സും ഗോൾഡ് ക്ലാസ്സും ഒക്കെ അടുത്ത മാസത്തിലേക്ക് തുടങ്ങുന്നുണ്ട്. അതിലേക്ക് നിങ്ങൾ പാർട്ടായിട്ടുള്ള പേയ്മെൻറ്റ്, ഒരുമിച്ച് പൈസ അടയ്ക്കാൻ ബുദ്ധിമുട്ടായിട്ടുള്ളവർക്കൊക്കെ ഓക്കെ, നിങ്ങൾ പാർട്ടായിട്ട് പേ ചെയ്തുകൊണ്ട് നിങ്ങൾ അതിലേക്ക് വരിക. നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ഞാൻ ചെയ്തു തരുന്നുണ്ട്. 1 മന്ത് മെഡിറ്റേഷനിലേക്കും നിങ്ങൾ വരിക എന്നുള്ളതാണ്. നിങ്ങൾക്ക് അത്ഭുതകരമായിട്ടുള്ള ചേഞ്ച് വരും. ഇപ്പോഴൊക്കെ ആ മെഡിറ്റേഷൻ രാവിലെ എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ആർക്കെങ്കിലും നിങ്ങൾക്ക് ഇത്തരം അനുഭവങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്ന് പറയാം. ഞാൻ മൈക്കൊന്ന് അൺമ്യൂട്ട് ചെയ്ത് തരാം. ഓക്കെ, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും പറയാം. എന്തെങ്കിലും നിങ്ങളുടെ അനുഭവങ്ങൾ, സന്തോഷങ്ങൾ പങ്കുവയ്ക്കാനുണ്ടെങ്കിൽ. ഗോൾഡ് ക്ലാസ് ഈ വരുന്ന 15-ാം തീയതി തുടങ്ങുന്നുണ്ട്. കയറാൻ പറ്റും. അടുത്ത ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഇപ്പോഴേ അടച്ചടച്ച് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് ഒരു പാർട്ട് പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാൻ മെഡിറ്റേഷനിലേക്ക് പങ്കെടുക്കാനുള്ള അവസരം തരാം. അപ്പോൾ ആ ക്ലാസ് വരെ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് വളരെ ശക്തമായിട്ട് നിങ്ങളുടെ മൈൻഡിലൊക്കെ 100% അത്ഭുതകരമായിട്ടുള്ള ചേഞ്ച് വരും എന്നുള്ളതാണ്. ബീന മാം എന്താണ് മൈക്ക് അൺമ്യൂട്ട് ചെയ്തല്ലോ പറയുന്നുണ്ടെങ്കിൽ? ഞാൻ മെസ്സേജ് കണ്ടിരുന്നു. ഇല്ല, ഞാൻ വേറെ ആളോട് പറഞ്ഞാണ്, നമ്മുടെ മെഡിറ്റേഷനിലുള്ള. ഓക്കെ, ആർക്കെങ്കിലും സന്തോഷം പങ്കുവെക്കുന്ന അനുഭവം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ.
ബീന മാമിനെ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? ഇവിടെ ഓക്കെ ആണല്ലോ, അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പാർട്ടായിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് പാർട്ട് പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ക്ലാസ് വരുമ്പോഴേക്കും നിങ്ങൾക്ക് ആ ക്ലാസ്സിലേക്ക് ബാക്കിയുള്ള എമൗണ്ട് അടച്ചു തീർത്താൽ മതി. പക്ഷെ അതിനു മുൻപ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്നൊരു പാർട്ട് പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ പോലും നാളെ മുതൽ നിങ്ങൾക്ക് മെഡിറ്റേഷനിലേക്ക് പങ്കെടുക്കാനുള്ള അവസരം ഞാൻ തരാം. മോർണിംഗിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള മെഡിറ്റേഷനാണ് നിങ്ങൾക്കുള്ളത്. അതിൽ നിങ്ങൾ വരാൻ തുടങ്ങി കഴിയുമ്പോൾ നിങ്ങൾ ഓരോ ദിവസവും നിങ്ങളുടെ ഹീൽ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന, നിങ്ങളുടെ ഉള്ളിലേക്ക് ഒരുപാട് ഡീപ്പർ ലെവലിലേക്ക് ഹീൽ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനുഭവം നിങ്ങൾക്കുണ്ടാവും. ആ അനുഭവം നിങ്ങൾ അനുഭവിച്ച് നിങ്ങൾ തന്നെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? പറഞ്ഞോളൂ. ഓക്കെ 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 ഓക്കെ. ഓപ്പൺ ഉണ്ടായിരുന്നു, അത് ഒരു വർഷമായിട്ട് അടച്ചിട്ടതാ. അത് ഓപ്പൺ ആക്കാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഒരാളെ കിട്ടില്ല, ഗ്രാഫിക് ഡിസൈനർ ആയിരുന്നു. ഓക്കെ, ഞാനത് എഴുതി വെച്ചു. ഞാൻ ഒക്ടോബർ മാസത്തില് ഇത്ര രൂപ വാടക വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതി വെച്ചു. ഡെയിലി വെള്ളം എടുത്ത് കുടിക്കും. ഒക്ടോബർ തന്നെ അതിന് അതേ എമൗണ്ട് തന്ന് ഷോപ്പ് ഓപ്പൺ ചെയ്തു. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി. ഒന്ന് ക്ലാപ്പ് ചെയ്ത് എല്ലാവരും. ഇതാണ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ആരൊക്കെ അത് വിശ്വസിച്ചുകൊണ്ട് തീവ്രമായിട്ട് അതിലേക്ക് വരുന്നോ, നിങ്ങൾക്ക് ആ റിസൾട്ട് 100% കിട്ടുമെന്നേ. ഞാൻ എപ്പോഴും പറയാറുള്ള, ഞാൻ വെള്ള പേപ്പറിൽ എഴുതി വെച്ച് തരാം, നിങ്ങൾക്ക് ഗ്യാരണ്ടി ആയിട്ട് റിസൾട്ട് കിട്ടുമെന്ന്. കാരണം അങ്ങനെയുള്ള കിട്ടി. യെസ്, ഞാൻ മനസ്സിൽ വിചാരിച്ച വാടക അവരൊരു 5000 വരെ പറഞ്ഞില്ല, അതിന്റെ മേലെ ആരും പറഞ്ഞില്ല. പക്ഷെ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു എനിക്ക് മാസം വാടക 10,000 തന്നെ വേണം. ആ 10,000 ഞാൻ ഇവിടെ എഴുതി വെച്ചു. ഓക്കെ ഓക്കെ. അതേ മാസം സെയിം എമൗണ്ട് കിട്ടി, എഴുതി വെച്ച കൃത്യ എമൗണ്ട് കിട്ടി. യെസ് യെസ്, അതാണ് അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഇതൊക്കെ നിങ്ങൾക്ക് ഞാൻ പറയാറുണ്ട്, നമ്മുടെ യാത്രയിൽ ഇടയ്ക്ക് കിട്ടുന്ന ബോണസായിട്ട് കരുതിയാൽ മതി. ലക്ഷ്യത്തിലേക്ക് എത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്താണോ അത് നിങ്ങൾക്ക് 100% നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. നിങ്ങളുടെ എന്ത് ബാധ്യതയാണെങ്കിലും, ഫിനാൻഷ്യൽ ബ്ലെസ്സിങ് എത്ര വലുതാണെങ്കിലും അതെല്ലാം നിങ്ങൾക്ക് ഈസി ആയിട്ട് പരിഹരിച്ചെടുക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ ആദ്യം തന്നെ വിശ്വസിക്കുക 100%. ഞാനിതിങ്ങനെ പറയിപ്പിക്കുന്നതിൻ്റെ കാരണം നിങ്ങളുടെ അനുഭവം പറയുമ്പോൾ മറ്റുള്ള ഒരുപാട് പേർക്കും അതൊരു പ്രചോദനമാണ്. കാരണം അവർക്കങ്ങനെ കിട്ടിയെങ്കിൽ എന്തുകൊണ്ട് എനിക്കും നേടിയെടുക്കണം എന്നുള്ളൊരു തീവ്രത വരും. മനസ്സിലാവുന്നുണ്ടോ? മാത്രമല്ല നമുക്ക് കിട്ടുന്ന എന്ത് നന്മകളും നമ്മൾ ഷെയർ ചെയ്യപ്പെടുമ്പോൾ പ്രപഞ്ചത്തിലേക്ക് നമ്മൾ നന്മയാണ് കൊടുക്കുന്നത്. നമ്മൾ നന്ദിയുള്ളവരായിട്ട് മാറുമ്പോൾ ഈ യൂണിവേഴ്സ് എന്ന് പറയുന്ന ദൈവം തന്നെ നിങ്ങളിലേക്ക് വീണ്ടും വീണ്ടും അനുഗ്രഹങ്ങൾ തന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇന്നൊരു കാര്യത്തിൽ നിങ്ങൾ നന്ദി പറഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന ദിവസങ്ങളിലേക്ക് അല്ലെങ്കിൽ വരുന്ന മാസങ്ങളിലേക്ക് 10 കാര്യങ്ങൾക്ക് നന്ദി പറയാനുള്ള അവസരം നിങ്ങളിലേക്ക് യൂണിവേഴ്സ് തരുമെന്നുള്ളതാണ്. അത്ര മനോഹരമാണ് പ്രിയപ്പെട്ടവരെ. ഇത് അത്രയും ഈസി ആൻഡ് എഫർട്ട്ലെസ് ആയിട്ട് നിങ്ങൾക്ക് മനോഹരമായിട്ടുള്ള ഈ ജീവിതത്തിലേക്ക് വരാനായിട്ട് സാധിക്കും. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, മനസ്സിലായോ ഞാൻ പറഞ്ഞു? അപ്പോൾ എല്ലാവരും ആ ഒരു അവസ്ഥയിലേക്ക് മാറണം. നമ്മുടെ കുടുംബം സ്വർഗമായിട്ട് മാറും, നമ്മുടെ റിലേഷൻഷിപ്പുകൾ വളരെ മനോഹരമായിട്ട് മാറും. ഇതെല്ലാം ക്ലിയറായി വരുന്തോറും നമുക്ക് എന്തുമാത്രം ആനന്ദം, നമുക്ക് എങ്ങൊന്നും കിട്ടാത്ത അത്രയും സന്തോഷം നമുക്ക് ജീവിതത്തിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ, ഷീജ മാമിന് എന്തെങ്കിലും പറയാനുണ്ടോ? പറയാനുണ്ടെങ്കിൽ ഇവർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞോ. മൈക്ക് അൺമ്യൂട്ട് ചെയ്ത്. എന്താണ് മെഡിറ്റേഷനിലേക്ക് വന്നിട്ടുള്ള ഒരു അനുഭവം ഇവർക്ക് വേണ്ടിയിട്ടൊന്നും പറയും. നല്ല അനുഭവം, വേറൊരു ലോകത്താണ്, വേറൊരു ലെവലാണ്. അടിപൊളി അടിപൊളി. മെഡിറ്റേഷൻ തീരണ്ടെന്ന് തോന്നാറുണ്ട്. യെസ്, അതാണ് നിങ്ങൾ ഓരോ വ്യക്തികളും നിങ്ങൾ മാറ്റപ്പെടണം. എല്ലാവരും ഒരു സ്വർഗീയ ആനന്ദത്തിലേക്ക്, അത്രയും സമാധാനവും സന്തോഷം തോന്നുന്നില്ല? ഓരോ ദിവസവും മെഡിറ്റേഷൻ കഴിഞ്ഞ് വരുമ്പോൾ ആ ദിവസം എങ്ങനെയായിരിക്കും? അടിപൊളി. കാരണം ആ ഒരു സന്തോഷത്തിൽ നിങ്ങൾ ഓരോ വ്യക്തികളും വരും എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് ഞാനിത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുന്നത്. കാലാകാലത്തോളം നിങ്ങൾക്ക് കോഴ്സുകൾ പഠിച്ചുകൊണ്ട് പോകാനല്ല ഞാൻ പറയുന്നത്.
നിങ്ങളുടെ എനർജി പൂർണ്ണമായിട്ട് ഹീൽ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് വലിയ മാറ്റം വരും. പിന്നെ ഈ മെഡിറ്റേഷനൊക്കെ നിരന്തരം നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ ഓരോ ദിവസവും ഉണ്ടല്ലോ വളരെ പവർഫുൾ ആയിരിക്കും. നിങ്ങളത് കഴിഞ്ഞ അന്നത്തെ ദിവസം നിങ്ങൾ എന്ത് ജോലിക്ക് പോയിക്കോട്ടെ, ഏത് സാഹചര്യത്തിലേക്ക് പോയിക്കോട്ടെ, നിങ്ങൾ വളരെ എനർജറ്റിക് ആയിരിക്കും, പവർഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് എപ്പോഴും ഉള്ളിൽ നിന്നൊരു ഒരു സന്തോഷം ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കും. ശരിയാണോ അല്ലേ? യെസ് ഓർ നോ? യെസ്. മറ്റൊരാളുടെ അനുഭവം പറയാനിരിക്കുന്നത്, പക്ഷേ ആൾക്ക് മൈക്ക് ഓൺ ആക്കാൻ പറ്റാത്തതിൻ്റെ വിഷമത്തിൽ ആളിങ്ങനെ ഇരിക്കുകയാണ്. എന്ത് മൈക്ക് തല്ലിപ്പൊളിച്ചുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. കാരണം അത്രയേറെ എക്സൈറ്റഡ് ആണ് പറയാനായിട്ട്. അപ്പോൾ അതേ അവസ്ഥയാണ് നമുക്ക് ഓരോ വ്യക്തികൾക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഇനി നിങ്ങളെ തന്നെ ഒരുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ അടുത്ത ക്ലാസ്സുകളിലേക്ക് വരൂ. നിങ്ങൾക്ക് അതിന് വേണ്ടത് നിങ്ങളും ഇതുപോലെ ക്ലാസ് റൂമിലിരുന്ന് നിങ്ങളും ഓണാക്കി. ഓക്കെ പറയൂ. യെസ് അവസാനം മൈക്ക് ഓണാക്കി എടുത്തു. യെസ് പറഞ്ഞോളൂ. പിന്നെ എന്റെ അനുഭവങ്ങള് ഭയങ്കര വ്യത്യാസമാണ്. എനിക്കറിയില്ല അതെങ്ങനെയാ പറഞ്ഞറിയിക്കണ്ടേന്ന്. ഒത്തിരി നല്ല അനുഭവങ്ങളാണ്. മെഡിറ്റേഷൻ ഷീജ മാം പറഞ്ഞ പോലെ അത് അടിപൊളിയായിട്ട് തന്നെ പോകുന്നുണ്ട്. മോർണിംഗ് ഫ്രം ദാറ്റ് ടൈം ടു ദ എൻഡ് കഴിയണത് വരെയും നമുക്കത് ഉറങ്ങണത് വരെയും ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ്. ഇപ്പൊ എല്ലാവരും പറഞ്ഞു തുടങ്ങി, നമ്മൾ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർ ഇങ്ങോട്ട് പറയുകയാണ്, എന്റെ ഫോൺ കോൾ അവർക്ക് ചെന്ന് കഴിഞ്ഞാല് ഭയങ്കര ആക്റ്റീവാണ്. ഇപ്പൊ ഈ ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ടാ ചില വ്യക്തികൾ ഇതിനകത്ത് അവര് ചോദിച്ച് ഇന്ന് കയറുകയാണ് ഉണ്ടായത് ഇതിനകത്തേക്ക്. അപ്പം അതേപോലെ ഒത്തിരി നല്ല അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. ഞാനതെല്ലാം വോയിസിൽ ഇട്ടിട്ടുണ്ട് ഇതിനു മുമ്പ്. ഇപ്പൊ ടൈമും അത്ര ഇല്ലല്ലോ നമുക്ക് ഒത്തിരി പറഞ്ഞു കൂട്ടാനായിട്ട്. പക്ഷെ എല്ലാവരോടും ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, സിൽവർ മെമ്പർഷിപ്പും ഗോൾഡ് മെമ്പർഷിപ്പും ഒക്കെ എല്ലാവരും അതിൽ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അതിൻ്റെ ഒരു പ്രോസ്പെരിറ്റി നമുക്ക് പറഞ്ഞറിയിക്കാവുന്നതിലും എന്താ പറയാ അപ്പുറത്തേക്കാണ്, വേറെ ലെവലാണെന്ന് അല്ലേ? നിങ്ങളെല്ലാവരും അതെ ഞാൻ പറഞ്ഞു, എല്ലാവരോടും ഞാൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും ഈ സന്തോഷം ഇതുപോലെ ഇതിനേക്കാൾ 100 ഇരട്ടി സന്തോഷത്തിലേക്ക് നിങ്ങൾ വരുമെന്നുള്ളതാണ്. നിങ്ങൾ നിരന്തരം അതിൽ കണക്റ്റായിട്ടിരിക്കണം. ഞാൻ പറഞ്ഞില്ല, ഒരു ക്ലാസ്സിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഞാനിതൊക്കെ പറയുന്നത്. നിങ്ങൾ ആ ക്ലാസ്സുകളോട് നിങ്ങളെ തന്നെ ഒരുക്കാൻ തയ്യാറാവണം. നിങ്ങൾ ഒരുങ്ങണം. ഇതൊരു ജേണിയാണ്. അങ്ങനെ ഈ ക്ലാസ്സുകളിലോട് നിങ്ങൾ ഒരുങ്ങി മുന്നോട്ട് ഈ യാത്രയിൽ മുന്നോട്ട് പോകുന്നതോറും കൃത്യമായിട്ട് നിങ്ങൾ മെഡിറ്റേഷനൊക്കെ പ്രാക്ടീസ്. പറ്റിയാലൊന്ന് 2 വാക്ക് പറയാമോ? ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല, പക്ഷെ ഭയങ്കര വ്യത്യാസങ്ങളാണ് ഉണ്ടായേക്കുന്നത്. ഓക്കെ പറഞ്ഞോളൂ ആരാൻഷ, നിങ്ങളുടെ സന്തോഷങ്ങൾ പറയൂ. ആ സന്തോഷങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാനും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കാതോർത്തിരിക്കുന്നത്. ഓക്കെ അപ്പോ അതുകൊണ്ടാണ് അവർക്കും പിന്നെ ചിലപ്പോഴൊക്കെ വിട്ടുപോയെങ്കിലും വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ട് പറയുന്ന ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഭയങ്കര പ്രോസ്പർ ആണ് വരുന്നത്. ഓക്കെ അത് നമുക്ക് അത് നമുക്ക് നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ എനർജി ഹീൽ ചെയ്യപ്പെടാത്ത എനർജി ഹീൽ ചെയ്യണം. അങ്ങനെ ഹീൽ ചെയ്യപ്പെട്ടാൽ മാത്രമേ ആ നെഗറ്റീവ് ബ്ലോക്കുകൾ മാറുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു കാര്യങ്ങളൊക്കെ കിട്ടി, അത് കഴിയുമ്പോൾ നിങ്ങളത് വിട്ടുപോകും. അപ്പോൾ അത് പെർമനൻ്റ് ആയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന വിജയത്തിലേക്ക്, നിങ്ങൾ ജീവിതത്തിൽ എന്താഗ്രഹിച്ചാലും നേടാവുന്ന ആ ഒരു വിജയത്തിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കണമെങ്കിൽ നിരന്തരം കണക്റ്റായിട്ടിരുന്നാൽ മതി. വേറെ നിങ്ങളൊന്നും ചെയ്യണ്ട, ഇതിൽ വിട്ടു പോകരുത്. എപ്പോഴും നിങ്ങൾ കണക്റ്റായിട്ടിരിക്കുക. ഒരു വലിയ മരത്തിൻ്റെ ശിഖരങ്ങൾ ആ മരത്തോട് ചേർന്നിരുന്നു കഴിഞ്ഞാലല്ലേ അതിൽ ഫലമുണ്ടാവുകയുള്ളൂ. അതിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാലോ ഫലമുണ്ടാവില്ല. അതുപോലെ തന്നെയാണ് ആ സന്തോഷത്തിൽ നിങ്ങളെല്ലാവരും ഇതുപോലെ സന്തോഷത്തോടെ ഇരിക്കുന്ന മുഖം കാണാനും സന്തോഷാനുഭവങ്ങൾ പങ്കുവയ്ക്കാനും വേണ്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പണം ഒഴുകുകയാണ് നിരന്തരം. നിങ്ങൾ അഫർമേഷൻ എഴുതി വെച്ചു എല്ലാവരും. വിവിധ മാർഗങ്ങളുടെ പണം നിരന്തരം എന്നിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നതിന് നന്ദി. ഇതാണ് നിങ്ങൾ അഫർമേഷൻ എഴുതേണ്ടത്. അപ്പം നിങ്ങൾക്ക് പല മാർഗത്തിലൂടെ, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ പണം വരുമെന്നേ. നിങ്ങൾ തന്നെ വിചാരിക്കും ഇത് എന്തൊരു മാജിക്കാണ്, ഇത് എങ്ങനെ വരുന്നു എന്ന് എനിക്കറിയില്ലെന്ന് നിങ്ങൾ പറയും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പം ഞാൻ അരമണിക്കൂർ ക്ലാസ്സിലേക്ക് വേണ്ടി വന്നതാണ്. ഇപ്പോൾ 1 മണിക്കൂറായി.
ഓക്കെ, എന്നാൽ എനിക്ക് നിങ്ങളോടൊപ്പം ചെലവഴിക്കുന്ന അതിയായ സന്തോഷമാണ്. കാരണം നിങ്ങളെല്ലാവരും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. നിങ്ങളെല്ലാവരും ഏറ്റവും സക്സസ്സിലേക്ക് വരണം. അതിനു വേണ്ടിയിട്ടാണ് ഞാനിതെല്ലാം നിങ്ങൾക്ക് ചെയ്തു തരുന്നത്. ഫ്രീ ക്ലാസ്സുകളും ഒക്കെ നിങ്ങൾക്ക് എല്ലാ ആഴ്ചയിലും ഞാൻ വന്ന് നിങ്ങളെ കാണാൻ വരുന്നത്, നിങ്ങൾക്ക് ഒരുപാട് ടിപ്സൊക്കെ പറഞ്ഞു തരുന്നു. ഓക്കെ, അപ്പോൾ ഇനിയും ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തികൾക്കും സ്വാഗതം. മറ്റൊരു പ്രത്യേകത ഞാൻ പറയാറുണ്ട്, നേരത്തെ പോലെയല്ല, സിൽവർ മെമ്പർഷിപ്പ് ക്ലാസ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സമയത്ത് കേൾക്കാനുള്ള അവസരമുണ്ട് കേട്ടോ. മറ്റേത് ആ വൈകുന്നേരത്തെ സമയത്ത് മാത്രമേ പങ്കെടുക്കാൻ പറ്റുള്ളായിരുന്നു. ഇപ്പോൾ ആ ഒരു സൗകര്യം കൂടി നിങ്ങൾക്ക് വരുന്ന എല്ലാവർക്കും ഞാൻ ഒരുക്കി തരുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സമയത്ത്, നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമിന് ക്ലാസ്സിൽ പങ്കെടുക്കാം. അതിനുള്ള അവസരം കൂടിയുണ്ട്. അപ്പോൾ വിദേശത്തുള്ളവരാണെങ്കിൽ പോലും അതിന് പറ്റുന്ന സമയത്ത്, നിങ്ങൾക്ക് യോജിച്ച സമയത്ത് സെലക്ട് ചെയ്യാം. ആ സമയത്ത് നിങ്ങൾക്ക് ക്ലാസ് കിട്ടും. ഇനി മെഡിറ്റേഷൻ ആണെങ്കിൽ പോലും രാവിലെ 4:30 മണിക്ക് തുടങ്ങുന്നതാണ് മെഡിറ്റേഷൻ. 4:30 മുതൽ 5:30 വരെയുണ്ട്, 5:30 മുതൽ 6:30 വരെയുണ്ട്, 6:30 മുതൽ 7:30 വരെയുണ്ട്. ഏത് ടൈം സ്ലോട്ടും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. യൂറോപ്യൻ കൺട്രീസിലുള്ളവർക്കാണെങ്കിലും കുഴപ്പമില്ല, അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിലുള്ളവർക്കാണെങ്കിലും കുഴപ്പമില്ല, ഇന്ത്യയിലുള്ളവർക്കാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ എല്ലാവർക്കും അനുയോജ്യമായ ടൈം സ്ലോട്ടുകൾ എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇതെല്ലാവരെയും ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത്ര സമയം നിങ്ങളോടൊപ്പം ആയിരിക്കാൻ കഴിഞ്ഞതിന്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ യൂണിവേഴ്സ് എന്നെ ഉപയോഗിച്ചതിനും ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലസ് യു. ഗുഡ് നൈറ്റ്.